Welcome to Spice Tree Munnar. ഹെവൻ ഓൺ എർത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കണ്ടോ, ഇനി ചിലപ്പോ കാണാനുള്ള ഓപ്പർച്യൂണിറ്റി വളരെ കുറവായിരിക്കും. Just see this. Oh my god, what is this? This is your anniversary surprise. ഇത്രയും വേണമായിരുന്നു. ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് സ്പെഷ്യൽ വ്ളോഗാണ്. എന്താ കാരണം? നമ്മുടെ 9th വെഡിങ് ആനിവേഴ്സറി ആണ്. അത് ഇന്ന് നമ്മൾ 9th വെഡിങ് ആനിവേഴ്സറി വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരു സ്ഥലത്താണ് സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അങ്ങനെ കുറേ കാലത്ത് ആഗ്രഹമാണ് ഇവിടെ ഒന്ന് താമസിക്കാൻ. പക്ഷെ അത് വി കെപ്റ്റ് ഇറ്റ് ആക്ച്വലി ഫോർ സം സ്പെഷ്യൽ ഒക്കേഷൻ. അപ്പം എവിടേക്കാന്നുള്ള വിവരം പറയാം. പക്ഷെ ഈ ഒരു ക്ലൈമറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. നാട്ടിലത്തെ ഈ ഒരു ചെടികളും ഈ ഒരു ക്ലൈമറ്റും പിന്നെ ഒന്നും മിണ്ടാതിരുന്ന ചീവിടിൻ്റെ സൗണ്ടും കൂടെ കേൾക്കാം. അത്ര അടിപൊളിയാണ്. ബാക്കിയൊക്കെ നമ്മൾ വഴിയെ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഇപ്പോഴേ പറയാമല്ലേ, നമ്മൾ സ്പൈസ് ട്രീ എന്ന് പറഞ്ഞാൽ മേ ബി ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബുട്ടീക്ക് ഹോട്ടൽസിലാണ്. ഇത് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. ഇറ്റ്സ് എ ബുട്ടീക്ക് ഹോട്ടൽ. ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഞാൻ റിവ്യൂ ഒന്നും അല്ല, ഞാൻ ജസ്റ്റ് ഞങ്ങളുടെ സ്റ്റേ ഇവിടെ എക്സ്പീരിയൻസ് കാണിച്ചു തരാം. കാരണം റിവ്യൂ നിങ്ങൾ ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല, കാരണം നമ്മളൊരു എല്ലാ പ്രോപ്പർട്ടീസിലും താമസിച്ചിട്ടുണ്ടല്ലോ ഇവിടെ എബ്രോഡൊക്കെ. പക്ഷെ ഇതുപോലത്തെ ഒരു ലൊക്കേഷനിൽ ഒരു സംഭവം അത് കാണിച്ചു തരാം. നമുക്ക് നേരെ എന്തെങ്കിലും അകത്തേക്ക് പോകാം. അപ്പൊ പ്രിയ, ഹാപ്പി ആനിവേഴ്സറി, 9th ആനിവേഴ്സറി. 9 വർഷം ഇവിടെ വന്നിട്ട് ഇപ്പോഴാണ് ആനിവേഴ്സറി വിഷയം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്റെ ആനിവേഴ്സറിനെ കാട്ടി കൂടുതൽ എക്സൈറ്റഡ് ഞാൻ ഇവിടെ വരാനാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അതുപോലെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ലെറ്റ്സ് ഗോ സീ ദ പ്രോപ്പർട്ടി. പക്ഷെ കേറുമ്പോ തന്നെ ഒരു പാലത്തിൽ കൂടെ ഒക്കെയാണ് കയറുന്നത്. കണ്ടോ, അതൊക്കെ പിന്നെ കാണിക്കാം. വാ നടക്ക്. എന്താ പ്രിയ? ബൊക്കെ കണ്ട, നാച്ചുറൽ ബൊക്കെ വേദന പേടിയത്. താങ്ക് യു. ഞാൻ ഇതൊക്കെ നെറ്റി മാത്രമേ കണ്ടിട്ടുള്ളൂ. നമുക്ക് കളിക്കണ്ടേ? വ്യൂ ആണ്. ഇറ്റ്സ് ആക്ച്വലി ലൈബ്രറി ബേസ്ഡ് ലോബി ആണെന്ന് തോന്നുന്നു കേട്ടോ. Just see the view. How beautiful is this place? Look at the pool. Oh, pool ആണ്. ഞാൻ കണ്ടില്ല. Pool, garden area and the view. Wow, എന്താ അല്ലേ? അവിടെ മിസ്റ്റ് കണ്ടോ? ശരിക്കും അതാണ്, മിസ്റ്റ് ഉള്ളപ്പോഴാണ് ഇവിടെ വരാൻ നല്ലത് കേട്ടോ. ഒരു ചെറുതായിട്ട് മഴയും പെയ്യും ഇപ്പൊ. അപ്പൊ എറണാകുളത്തുനിന്ന് വരാൻ പറ്റിയ സമയം ആ ചൂടത്തുനിന്ന് തണുപ്പത്തോട്ട്. What a beautiful place. പ്രിയ, വെൽക്കം ടു. എങ്ങനെയുണ്ട്? വാവ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് അടുത്ത സ്പെഷ്യാലിറ്റി, എക്സ്ക്ലൂസീവ്. എന്താന്ന് പറഞ്ഞു കൊടുത്തേ? പറഞ്ഞല്ലോ അവര്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റില്ല. എല്ലാരും ഒരിക്കലും പറ്റൂല. എന്താ കാരണം? ഇത് ചെമ്പരത്തി പൂവാ. ചെമ്പരത്തി പൂവ് കൊണ്ട് ഉണ്ടാക്കിയ ജ്യൂസോ? അതെ, ഞാൻ ആദ്യമായിട്ട്. നല്ല മണം ചെമ്പരത്തിയുടെ ഇല്ലെങ്കിലും ടേസ്റ്റില് എന്താ, ചെമ്പരത്തി പൂ കഴിച്ചിട്ടുണ്ടോ? ചെമ്പരത്തി പൂവിനെ ഓർത്തോണ്ട് കുടിക്കാം. നോക്കട്ടെ. ചെമ്പരത്തി പൂ നമ്മൾ കുടിച്ചാൽ പറയില്ല കേട്ടോ. പക്ഷെ ഭയങ്കര ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് അല്ലേ? ഭയങ്കര റിഫ്രഷിങ് ഈ ഡ്രിങ്കേ. ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പം. അതിന്റെ റെസിപ്പി നമ്മൾ ചോദിച്ചാൽ അത്രയും ടേസ്റ്റ് ആണ്. ജസ്റ്റ് ഇങ്ങനെ ഇരിക്കും. ഈ ഇതില് നമ്മൾ വെള്ളം തിളപ്പിക്കുക, ജിഞ്ചറും ചെമ്പരത്തിപ്പൂവൊക്കെ ഇട്ടൊന്ന് തിളപ്പിക്കുക. പിന്നെ ലാസ്റ്റ് കുറച്ച് ലൈം സ്ക്വീസ് ചെയ്യുക അല്ലേ? ലൈം സ്ക്വീസ് ചെയ്യുക, ഈ ഒരു കളർ കിട്ടും. പിന്നെ ഹണിയോ പഞ്ചസാര ഇടുക. ഭയങ്കര ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. തണുപ്പ്, പക്ഷെ തണുപ്പാണ് ഭയങ്കര ഒരു റിഫ്രഷ്മെന്റ് ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ ഗ്ലാസ് കുടിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം ആ ജിഞ്ചറാണ് കൂടുതൽ നിൽക്കുന്നത്. അടിപൊളി. Oh my god. ഒന്നും പറയില്ല കേട്ടോ. ഞാൻ എന്താ ഞാൻ എക്സ്പെക്ട് ചെയ്തത് അതിൻ്റെ ഒരു 10 ഇരട്ടി അടിപൊളിയാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഹോട്ടൽസ് മേ ബി ഈവൻ ഇൻ ഇന്ത്യ. ഓക്കെ, കാരണം
അത്ര അടിപൊളിയാണ്. ഞാൻ നമ്മുടെ താജ് ലേക്ക് പാലസ് വീഡിയോ ഒക്കെ കണ്ടില്ല, പക്ഷേ ഇത് അതിൻ്റെ ഒരു ലൊക്കേഷൻ ഇറ്റ് ഇസ് ഔട്ട്സ്റ്റാൻഡിങ്. ഞാൻ എന്തായാലും റൂം ടൂറിലേക്ക് പോകാം. ഇരുട്ടിപ്പോയി. നമ്മൾ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചത്. നാളെ നമ്മുടെ റൂം കുളമായിരിക്കും. ഈ പയ്യൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ പ്രിയാസ് റൂം ടൂർ ഇന്ന് തന്നെ ചെയ്യാം. ആദ്യം തന്നെ നോക്കിയോ, കയറി പോകുമ്പോൾ ഇതൊരു പ്രൈവറ്റ് കോട്ടേജ് പോലെയാണ്. ബ്യൂട്ടിഫുൾ ഒരു പ്രൈവറ്റ് ഇതുപോലത്തെ ബോളൊക്കെ വെച്ചിട്ട് ഫെൻസിങ് ഒക്കെ ചെയ്തിട്ട് ഒരു ചെറിയ വീട് പോലെ. ഇറ്റ്സ് ലുക്കിംഗ് ലൈക്ക് എ യൂറോപ്യൻ കോട്ടേജ്. ആൻഡ് കയറി ചെല്ലുമ്പോൾ തന്നെ നോക്കിക്കോ, ഭയങ്കര എക്സൈറ്റഡ് ആയി. ഹായ് ഗായ്സ്, വെൽക്കം ടു സ്പൈസ് ട്രീ മൂന്നാർ. എൻ്റെ സന്തോഷം ചിരി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഐ ആം ഷോക്ക്ഡ്, stunned. It's stunningly beautiful. It is awesome. I don't know, I'm not getting any words. And the best part is that it is in our favorite place, Kerala, yeah. Idukki, Munnar. And ഈ ബുട്ടീക്ക് ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇത്രയും എനിക്ക് എക്സ്പ്ലനേഷൻ ചെയ്യുന്നതിനേക്കാളും റൂം കാണിച്ചു. ഇത് നമ്മുടെ ലിവിംഗ് റൂം ആണ്. ഇത് ഒരു ചെറിയ ലിവിംഗ് റൂം ആണ്. ഇവിടെ ചെറിയൊരു ഡൈനിങ് ഏരിയ, സ്പെഷ്യൽ ഡൈനിങ് ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടുത്തെ മതിലൊക്കെ നോക്കിയേ, സ്റ്റോണാ, ഫുൾ സ്റ്റോൺ ഫിനിഷ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ബുട്ടീക്ക് ഹോട്ടലിൽ വരുന്നത്. ഇത് കണ്ട ഗ്ലാസ് സ്റ്റാൻഡ് ഒക്കെ വെച്ചിരിക്കുന്നുണ്ട് അടിയിൽ, ഐ മീൻ സൈഡിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഒക്കെ വെച്ച്. ഒരു ഹോംലി ഫീൽ ഇല്ല. അതെ, ഇത് ഫുൾ തുറന്നു കഴിഞ്ഞാൽ ഫുൾ ഓപ്പൺ ആയിരിക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി. ജസ്റ്റ് ആ സൈഡ് മാത്രം തുറന്നു കാണിച്ചേ. ഇതൊക്കെ കാണിക്കുന്നതിന് മുന്നേ ഞാനൊരു കാര്യം കാണിക്കട്ടെ പ്ലീസ്. എനിക്ക് ഭയങ്കര ഇഷ്ടായി, നിങ്ങൾക്കും ഇഷ്ടപ്പെടാൻ പോകുന്ന സ്ഥലമാണ്. നോക്കിക്കാണ്. Just see this guys, my god. Just see the view. ഹെവൻ ഓൺ എർത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കണ്ടോ. ഇനി ചിലപ്പോ കാണാനുള്ള ഓപ്പർച്യൂണിറ്റി വളരെ കുറവായിരിക്കും. Just see this. നമ്മുടെ മൂന്നാർ, നമ്മുടെ ഇടുക്കിയില് ഇങ്ങനത്തെ ഒരു ഹോട്ടൽ ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഡയറക്റ്റ് വ്യൂ ടു ദ വാലി. ആൻഡ് ഈ പൂള് നിക്ക്, ഞാൻ പറയട്ടെ, എന്റെ ഫേവറേറ്റ് സാധനം ഈ പൂള് ടെമ്പറേച്ചർ കൺട്രോൾഡ് ആണ്. 28 degrees 29 degrees മുകളിൽ പൂല. രാത്രി തണുപ്പത്ത് വേണമെങ്കിലും കിടക്കാം. ജസ്റ്റ് സീ ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദിസ്. ഇൻഫിനിറ്റി പൂൾ ആണ്. ആൻഡ് സീ ദ വ്യൂ ഫ്രം ദ പൂൾ. ഇവിടെ പ്രിയ ഇവിടെ ഇരുന്ന് കോഫി കുടിക്കും, ഞാനും വേദം ഇവിടെ ഇരുന്ന് സ്വിം ചെയ്യും. വേദം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. എന്തൊരു ഭംഗി. ഞാൻ മൂന്നാർ ഇത്രയും ഭംഗിയായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഔട്ട്സ്റ്റാൻഡിംഗ്. ഡെക്ക്, വുഡൻ ഡെക്ക് ആൻഡ് ലോൺ ചെയർ. ഇനി ഇതൊന്നും അല്ല, നമ്മുടെ ബെഡ്റൂം കാണണ്ടേ. പ്രിയത, ഇവിടെ ഒരു മിറർ ഉണ്ടായിരുന്നു. ഇപ്പൊ മിറർ ഒന്നും ഒരു വിലയില്ലാതെ വാങ്ങുന്നു. സത്യത്തില് ഞാൻ ആ വ്യൂ ഒക്കെ കണ്ടിട്ട്. Welcome to my bedroom. Just see this. See my bedroom. അയ്യോ, ബെഡ് കംഫി ആണോ നോക്കണമെങ്കിൽ ഞാൻ അത് നോക്കണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ആയിരിക്കുമല്ലോ, പിന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇവിടെ നമുക്ക് ചെമ്പരത്തി പൂ വെച്ചിട്ട് ഇവിടെ ഫുൾ ചെമ്പരത്തി പൂവിന്റെ തീമാണ്. ഇത് കണ്ട മതില് ചെറുതായിട്ട് ഇങ്ങനെ പോട്ട്സ് ഒക്കെ വെച്ച് ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇത് നോക്ക്, വാർഡ്രോബ്. വാർഡ്രോബില് കേർട്ടൻ, അതും അടിപൊളി. ഇതൊക്കെയാണ് ബൊട്ടീക്ക് ഹോട്ടൽ എന്ന് പറയുമ്പോ. ഐഡിയ കോപ്പി അടിച്ചു. പ്രിയ, ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ നോക്ക്. ഇപ്പൊ ഞാൻ സപ്പോസ് ബെഡിൽ കിടക്കുവാണ്, രാവിലെ എഴുന്നേക്കുമ്പോ കാണാൻ പോകുന്ന ഇതായിരിക്കും. നേരെ ക്ലിഫാണ്. അത് നമ്മുടെ പൂളിലേക്കാണ്, സോറി വാലിയാണ്. എന്തൊരു ഭംഗിയാ നോക്ക്. സോ ബ്യൂട്ടിഫുൾ. നോ, ബെഡിന്ന് രാവിലെ എഴുന്നേറ്റ് നേരെ ഇവിടെ വന്ന് പൂളിലേക്ക് ചാടിയിട്ട് കോഫിയും കുടിക്കാം. അടിപൊളിയല്ലേ? ഇനി ബാത്റൂം. ഇനി ഇത് ആദ്യത്തെ 1, ഇത് 2. ഇനി മെയിൻ. ഇനി ഞങ്ങളുടെ ബാത്റൂം. What a place. See this. വ്യൂ അല്ല പറയണ്ടേ. See the bathroom. ഇത് കണ്ട ഒരു ബ്രിട്ടീഷ് വിക്ടോറിയൻ ടൈപ്പ് കോപ്പർ ബാത്ടബ് ആണ്. ഇത് കണ്ട എല്ലായിടത്തും ചെമ്പരത്തിപ്പൂ ഇങ്ങനെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. പൂളിലിരുന്നു നമുക്ക് വ്യൂ നോക്ക്. My goodness. ഇതിനെക്കാട്ടി better place for a special occasion is not there in Munnar or maybe in Kerala. അടിപൊളി. This is going to be our best stay in Munnar. Yeah. And ഇത് കണ്ട ഇവിടെ ഒരുപാട് എസെൻഷ്യൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ സ്പെഷ്യൽ ബാത്ത് സോൾട്സ് ഒക്കെ തരാം. അതൊക്കെ നാളെ നമുക്ക് കാണിക്കാം. ഇപ്പൊ ജസ്റ്റ് റൂം ടൂർ ആണ്.
ആൻഡ് കഴിഞ്ഞിട്ടില്ല. വലിയ മിററുണ്ട് ബാത്റൂമില്. ക്ലോസറ്റിന്റെ അടുത്ത് തന്നെ മിററുണ്ട്. ഓപ്പോസിറ്റ് ചെയറുമുണ്ട്. ഇരുന്ന് ആസ്വദിക്കാം. ഇങ്ങനത്തെ ഈ ഒരു വുഡൻ ഫിനിഷും അവിടെ വെച്ചിരിക്കുന്ന ടവൽസും ഷവർ ക്യാപ്സും ആൻഡ് ഇത് മാത്രമല്ല നല്ല ടൈല് കുളിക്കാനുള്ള ഏരിയ നോക്ക്, ക്യൂബിക്കൽ നോക്ക് എന്ത് വലുതാന്ന്. ബാത്റൂം ഉണ്ട്, പൂളുണ്ട്, അത് കൂടാതെ എല്ലാം ഉണ്ട്. ഇവിടെ വേറൊരു ഷവർ ഏരിയ ഉണ്ട്. എന്തായാലും ഇതിന്റെ അപ്പുറം നമുക്ക് ഒന്നും ചോദിക്കാൻ പറ്റില്ല. ദിസ് ഈസ് അമേസിങ്. വെറുതെ അല്ല, ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഫോറിനേഴ്സും നോർത്ത് ഇന്ത്യൻസും വന്നവരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ ഞങ്ങൾ ഹാപ്പി ആവട്ടെ. ഞങ്ങൾ കുറച്ചു നേരം എൻജോയ് ചെയ്തിട്ട് നമുക്ക് ബാക്കി എന്താ പരിപാടിയെന്ന് നോക്കാം. പ്രിയ എന്ത് ചെയ്യാൻ പോവാ? ഓക്കെ, അപ്പൊ ഞാനും പോയി പൂളിലേക്ക് ചാടട്ടെ. Will there be a better place to have coffee in Kerala than this? Will there be? No, never. വേറെ സൈഡിൽ കൂടെ വാ. ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് ഊരുവോ? രാവിലെ തൊട്ട് വെച്ചതാ. താങ്ക് യു. ഒരു സമാധാനമായി. Just see this. പാവം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അവിടെ നിന്ന് ചൂടത്തിരുന്ന് കാണും. നമ്മളെല്ലാരും. പക്ഷെ ഇത് നോക്ക്, സ്പ്രിംഗ് റോൾസ്, കോഫി. ഇതെന്താണെന്നറിയോ പ്രിയ? ദിസ് ഇസ് ആൽമണ്ട് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്. ഇറ്റ്സ് കൊക്കോ. ഇവിടുത്തെ ഫുഡൊക്കെ ഉണ്ടല്ലോ വേറെ ലെവലാണ്. നമ്മൾ ഈ സാധാരണ സംഭവം ഒന്നും അല്ല. എല്ലാത്തിലും കാലറീസും കോണ്ടിനെന്റൽ ഫുഡും ഭയങ്കര ഒരു എന്താ ഹെൽത്ത് ഫുഡും ആഹാരം എന്നൊക്കെ ഒരുപാട് സംഭവം ഉണ്ട്. ആഹാരം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. മെനുവിൽ ഫുൾ വായിച്ചില്ല, പക്ഷെ ഒരു ഇന്റർനാഷണൽ ക്യൂസീനും യു ജസ്റ്റ് കാൺ ബിലീവ് ദിസ് ഇസ് ഇൻ കേരള ഓർ ഈവൺ ഇൻ ഇന്ത്യ. അത്രയും ഒരു ക്ലാസിനെസ് ആണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക്. ഐ മീൻ നിങ്ങൾക്ക് അറിയാം ഞാൻ എത്ര ജെനുവിനാണ്, നിങ്ങൾക്ക് എത്ര ഒരു എക്സൈറ്റഡ് ആയിട്ടാണ് ഈ വ്ളോഗ് ചെയ്യുന്നത് അല്ലേ. ദിസ് ഇസ് കാരണം ഒരുപാട് കാലത്തെ ഡ്രീമാണ് എനിക്ക് ഈ ഒരു റിസോർട്ട്. വേറെ എവിടെ എനിക്ക് മൂന്നാറിൽ ഇത്രയും ഞാൻ ആഗ്രഹിച്ച ഒരു പ്രോപ്പർട്ടി ഇല്ല. ഒബ്വിയസ്ലി മൂന്നാറിൽ ഒരുപാട് അടിപൊളി പ്രോപ്പർട്ടീസ് ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഡെഫിനറ്റ്ലി സ്പൈസ് ട്രീ തന്നെയാണ്. അവിടെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് തന്നെ വരാൻ പറ്റി. ഒരിക്കലും മറക്കില്ല ഈ വെഡിങ് ആനിവേഴ്സറി. അല്ലേ, അത്ര ബ്യൂട്ടിഫുൾ ആയ സ്ഥലത്ത്. നാളെയാണ് നമ്മൾ സെലിബ്രേഷൻ, പക്ഷെ ഇന്നേ നമ്മൾ തുടങ്ങുന്നു അങ്ങോട്ട്. എങ്ങനെയുണ്ട് സ്പ്രിംഗ് റോള്? നല്ല സൂപ്പർ, നല്ല ചൂട് തണുപ്പത്ത് കഴിക്കാൻ പറ്റിയ സ്പ്രിംഗ് റോള്. വേദം എന്താ എങ്ങനെയുണ്ട് എന്റെ മിൽക്ക് ഷേക്ക്? ഞാൻ നോക്കട്ടെ, എന്റെ മിൽക്ക് ഷേക്ക് നോക്കട്ടെ. കണ്ട ആൽമണ്ട് പീസസ് ഒക്കെ കാണാം. ഇറ്റ്സ് ഫുൾ ഓഫ് ആൽമണ്ട്, പ്രോപ്പർ കൊക്കോ, ലോട്ട് ഓഫ് ആൽമണ്ട്സ്. കുടിക്കുന്ന പോലെ തന്നെ ചവയ്ക്കും വേണം. ഫുൾ ഓഫ് ആൽമണ്ട്സ്. ഐ സോറി ഏട്ടാ എടുത്തോണ്ടിരിക്കുന്ന വീഡിയോ. ജസ്റ്റ് സീ ദ ബ്യൂട്ടി. യു ആർ സറൗണ്ടഡ് ബൈ മിസ്റ്റ്. ഇതൊക്കെ മിസ്റ്റാണ്. സമയം മണി 6. നമ്മുടെ നാട്ടിൽ 32 ഡിഗ്രിയാണ്, എറണാകുളത്ത് 32, 34. ആൻഡ് ജസ്റ്റ് സീ ദ പൂൾ. വേറെ എവിടെയെങ്കിലും ഈവൻ ഹയാത്ത് ധർമ്മശാലയിൽ നമ്മൾ പോയപ്പോഴും പൂൾ ഇൻഡോർ ആയിരുന്നില്ലേ, ഹീറ്റഡ് പൂൾ ആണെങ്കിലും ഇവിടെ ഞാൻ ചാടാം. നോക്കിക്കോ, നിങ്ങൾക്ക് അപ്പളേ വിശ്വാസമാവുള്ളൂ. എനിക്ക് തണുത്ത വെള്ളം ഒട്ടും പറ്റില്ലെന്ന് അറിയാം. ഞാനും വേദും ഇത്രയും മിസ്റ്റും ഈ തണുപ്പുള്ളപ്പോൾ ഈ പൂളിൽ ഇറങ്ങുന്നതായിരിക്കും. അത് വേറെ എവിടെ പറ്റും? വേറെ എവിടെയും പറ്റും എനിക്ക് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് എനിക്കറിയില്ല. ഞങ്ങള് പൂളിൽ ഇറങ്ങി ജസ്റ്റ് രാവിലെ ഒന്നും കൂടെ എടുക്കാൻ കേട്ടോ. ഇത് ഫുൾ മിസ്റ്റ് ആണ്, പക്ഷെ ഈ ഒരു തണുപ്പത്ത് ഇങ്ങനെ ഒരു ഔട്ട്ഡോർ പൂളില്, അതും ഇൻഫിനിറ്റി പൂൾ. നോക്ക്, ഇവിടുന്ന് നേരെ വാലിയാണ്. എവിടെ കാണാൻ പറ്റും? എവിടെ എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും? This is so much fun. This is so much fun. This is unbelievable. Definitely unbelievable എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാർന്ന് പറഞ്ഞ സ്പൈസ് ട്രീ ആണ് ഇപ്പൊ ഞങ്ങൾക്ക് മാറി. ഇത്രയൊരു നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. നമ്മള് എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി കൂടുതലാണ് ഇവിടെ. അടിപൊളിയാണ്, ഭയങ്കര അടിപൊളി. എസ്പെഷ്യലി പൂള്, ഹീറ്റഡ് പൂള് കൂടെ, അത് പ്രൈവറ്റ് ഹീറ്റഡ് പൂൾ. അതെ, പുറത്ത് മഞ്ഞ് നോക്കിയേ. അതെ, ഹീറ്റഡ് പൂളിൽ കിടക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഇവിടെ ചൂടല്ല കേട്ടോ, വെള്ളം ചൂടല്ല, പക്ഷെ തണുപ്പില്ല. ഒരു 27-28 ഡിഗ്രി. സോ ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. അതാണ് നമുക്ക് മെയിൻ വേണ്ടത്. പക്ഷെ എന്തൊരു സുഖം. വേറെ 2 പൂളുണ്ട്, വേറെ കുറെ സംഭവങ്ങളുണ്ട്. അതൊക്കെ നാളെ കാണിക്കാം. ഞങ്ങൾ കുറച്ചുനേരം പൂളിൽ എൻജോയ് ആയിട്ട് നാളെ പൂള് രാവിലെ ഒന്നും കൂടെ കാണിക്കാം. അതിന് ഇന്ന് രാത്രി ചെറിയ ഡിന്നർ. അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം കേട്ടോ. അപ്പൊ ഞങ്ങൾ എൻജോയ് ചെയ്യട്ടെ. ഇത് സംഭവം തന്നെ. ഇത് വ്യൂ ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് അല്ലേ. നിങ്ങൾ എപ്പോ കേറും? നിങ്ങൾ എപ്പോ കേറും? ഞങ്ങൾ ഇപ്പോഴൊന്നും കേറില്ല. നിങ്ങൾ കേറിയിട്ട് വേണം എനിക്ക് ബാത്ടബിൽ കേറാൻ. പൂളിൽ ഇറങ്ങുന്നുണ്ടോ? ഞാൻ പൂളിൽ ഇറങ്ങുന്നില്ല. നാളെ ഇറങ്ങുക നോക്ക്, കാരണം അത്രയും സുഖം അറിയാം. ഭയങ്കര വാം ആണ് വെള്ളം. ഇറ്റ്സ് നോട്ട് കോൾഡ്, ഇറ്റ്സ് നോട്ട് വാം, ഇറ്റ്സ് നോട്ട് ഹോട്ട്, ഇറ്റ്സ് നോട്ട് കോൾഡ്, ഇറ്റ്സ് പെർഫെക്റ്റ്.
കാരണം ഇത്രയും തണുപ്പുണ്ടായിട്ട് ഞങ്ങൾ അല്ല രാവിലെ ഇറങ്ങിയ കുറച്ചും കൂടി തണുപ്പ് കുറവായിരിക്കുമല്ലോ. രാവിലെ ഇറങ്ങും. അപ്പൊ ഞാൻ നാളെ ഇറങ്ങാൻ നോക്കാം. ഓക്കെ. പിന്നെ എന്തെങ്കിലും നമുക്ക് ആനിവേഴ്സറി സ്പെഷ്യൽ ഒരു മെമ്മറി എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ആക്ച്വലി നമ്മളിപ്പോ ഒരു ട്രിപ്പിന് വന്നിരിക്കുകയാണ്. അപ്പൊ ഫേവറേറ്റ് ട്രിപ്പ് നമ്മുടെ ഏതായിരുന്നു? നമുക്ക് അതിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാം. ഫേവറേറ്റ് ട്രിപ്പ് ഇതുവരെ നമ്മൾ പോയില്ല. എന്റെ ഫേവറേറ്റ് ട്രിപ്പ് കൊറിയ. ആക്ച്വലി എന്റെ കേട്ടാ കൊറിയൻ ട്രിപ്പ് ഉണ്ടല്ലോ ഒരു ലൈഫ് ടൈം മെമ്മറീസ് ആയിരുന്നു. നിങ്ങള് മറ്റേ ഡാഡിയുടെ ബർത്ത്ഡേ വ്ളോഗിൽ കുറച്ച് കേട്ട് കാണും, പക്ഷെ അതല്ലാതെ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഒരുപാട് വീഡിയോസ് ഇല്ല, കുറെ ഫോട്ടോസേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത് വെച്ച് ഒരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റുമോന്ന് അറിയില്ല. നമ്മുടെ ഫോട്ടോസ് വെച്ച് നമുക്ക് കാണിച്ചാൽ മതി. അല്ലെങ്കിൽ ഇനി കൊറിയ പോയാ പോരെ. ഇപ്പൊ അടുത്ത് പറ്റില്ലല്ലോ. ഇപ്പൊ പറ്റില്ല. പക്ഷെ അതുപോലത്തെ ഒരു സ്ഥലമാണ്. ഫുഡ് ആണെങ്കിലും ആൾക്കാരാണെങ്കിലും അതായത് ആദ്യമായിട്ടാണ് നമ്മൾ അത്രയും തണുപ്പിലേക്ക് പോകുന്നത്. ഏകദേശം ഒരു 0 ഡിഗ്രീസ് ഒക്കെ ആയിരുന്നു. നമ്മള് സെപ്റ്റംബറോ ഒക്ടോബറോ പോയത്. ഒക്ടോബർ ടൈമിലാണ് പോയത്. നവംബർ ഡിസംബറിൽ പോയെങ്കിൽ സ്നോ കാണായിരുന്നു. പക്ഷെ അന്ന് തന്നെ ഭയങ്കര തണുപ്പ് കാരണം പ്രിയക്കും അനുവിനൊക്കെ ഭയങ്കര ദേഷ്യം. അതെന്താ അറിയോ, ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്രയും തണുപ്പിൽ പോയത് അല്ലേ? അത് കഴിഞ്ഞിട്ടല്ലേ യൂറോപ്പ് ട്രിപ്പ് അടിച്ചത്. അതെന്താണ് നമ്മൾ യൂറോപ്പ് ടർക്കിയൊക്കെ. പക്ഷെ ആ തണുപ്പത്ത് അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. പ്രോപ്പർലി ഡ്രസ്ഡ് ആയിരുന്നില്ല. അന്ന് കറക്റ്റ് ഡ്രസ്സിംഗ് ഒന്നും അറിയില്ലായിരുന്നു. കുറച്ച് സ്വെറ്ററും ജാക്കറ്റും ഒരു തേർമൽസ് ഒക്കെ ഇട്ടായിരുന്നു. പക്ഷെ വേദമൊന്നും ഇല്ലാട്ടാണ് അന്ന്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, വേദമില്ല. ഒരു ദിവസം പ്രിയ, ഒരു ദിവസം അനു ഒക്കെ കരഞ്ഞു തണുപ്പ് കാരണം. എന്നിട്ട് ആ ദേഷ്യം വന്നിട്ട് ഇതല്ല ഒരു ആ ദേഷ്യം വന്നിട്ട് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ഒരു ദിവസം. നമ്മള് പാത്തോ നച്ചൊക്കെ ചോദിക്കും എന്താ അമ്മ ഇത് വൈ ബിഹേവിംഗ് ലൈക്ക് ദിസ് എന്നൊക്കെ പറയുമ്പോ അനു പറയരുതേ, യു ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഇസ് ലൈക്ക് വെൻ 1000 pins prick my skin, it is that painful എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിരുന്നു. അടിയായിരുന്നു, പക്ഷെ ഒരുപാട് എൻജോയ് ചെയ്തു. പ്രിയയും ഡാഡിയും ഒരു ദിവസം ഒരു തോർത്തിന് വേണ്ടി ഭയങ്കര അടി. അതെന്തോ മമ്മി എന്തോ തോർത്ത് നനച്ച് എവിടെ ഇട്ടു. അത് പ്രിയക്ക് അപ്പൊ തന്നെ തോർത്ത് വേണം. അപ്പൊ നനഞ്ഞ തോർത്ത് ഞാൻ ഇങ്ങനെ ഉപയോഗിക്കും എന്ന് പറഞ്ഞ് അവിടെ അങ്ങോട്ട് അടി തുടങ്ങി. അങ്ങനെ വേറൊരു കാര്യം ഓർമ്മയുണ്ടോ, നമ്മള് ലാസ്റ്റ് മെട്രോ പിടിക്കാൻ കയറി അതൊരു ഭയങ്കര മെമ്മറിയാണ്. ഒരു ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ മെട്രോയിലൊക്കെ അധികം ഒരുപാട് യാത്ര ചെയ്യുന്നത്. അപ്പൊ അവിടെ പോയപ്പോ ലാസ്റ്റ് ട്രെയിൻ ആയിരുന്നു അന്നത്തെ ദിവസം. ഒരുപാട് ദൂരം ലാസ്റ്റ് മെട്രോ ആയിരുന്നു. ഒരുപാട് ദൂരമുണ്ട് നമ്മുടെ സ്റ്റേഷനും നമ്മുടെ താമസമായിട്ട്. അപ്പൊ ടാക്സിയിലൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ ലാസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങളൊക്കെ ഓടിക്കേറി കേട്ടാ. പക്ഷെ മെട്രോ ഡോർ തുറന്നിരിക്കുകയാണ്. അപ്പൊ അത് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ഡാഡി മമ്മി ഉള്ള കാര്യം സത്യം പറയാൻ നമ്മൾ മറന്നുപോയി. കാരണം എല്ലാരും ഓട്ടം വേറെ വേറെ സ്ഥലത്തുനിന്ന് കയറിയ. ലാസ്റ്റ് ഞങ്ങൾ നോക്കിയപ്പോ ബാക്ക് ചെയ്ത് ഡാഡി മമ്മി ഓടുന്നു. ഞങ്ങൾ വിചാരിച്ചു പോയി മിസ്സായത്. ഷാരൂഖ് ഖാന്റെ കജോളിന്റെ പടമില്ലേ, ഞങ്ങൾ പോയി ഡാഡി മമ്മി സ്റ്റക്കായി. ഫോണൊന്നും ഇല്ലാട്ടാ, ഒന്നും അറിയില്ല. ഭാഗ്യത്തിന് അടയുന്നതും ഡാഡി മമ്മി അകത്ത് കയറി. അതിപ്പോഴും ഞങ്ങൾ പറയാം, അന്ന് അവരവിടെ സ്റ്റക്കായി പോയെങ്കിൽ ഞങ്ങൾ അടുത്ത സ്റ്റേഷനിൽ പോയിട്ട് വരുമ്പോ ചിലപ്പോ ഇവരവിടെ എന്ത് ചെയ്യും, ഇവരുടെ ടെൻഷൻ അടിച്ചു രാത്രി. അപ്പൊ അങ്ങനത്തെ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട്. ഒരുപാട് ഷോപ്പിംഗ് ചെയ്യാൻ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കൊറിയ. ഈവൻ ഫോർ കോസ്മെറ്റിക്സ്, ഈ സ്നെയിലിന്റെ ഒക്കെ എന്താ പ്ലാസ്മ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ ഫേഷ്യൽ ഒരുപാട് ശരിക്കും ഒരു വേറെ ഒരു പ്ലാനറ്റ് പോലെ തന്നെയാണ് കൊറിയ. ആൻഡ് കൊറിയ വാസ് എ വണ്ടർഫുൾ മെമ്മറി. ഇനിയും പറ്റുമെങ്കിൽ ഞങ്ങൾ ഡെഫിനറ്റ്ലി കൊറിയ പോയപ്പോഴാണ് ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ്. യുഎസും അല്ലെങ്കിൽ അതുപോലത്തെ യൂറോപ്പിയൻ ഒരു രീതി അല്ല ഇവിടെ. ഇവിടെ ഭയങ്കര സ്ഥലമാണ്. പിന്നെ ആൾക്കാരും ഭയങ്കര നല്ലതാണ്. ഭയങ്കര നല്ല ആൾക്കാരാണ് കൊറിയൻസ്. സൗത്ത് കൊറിയൻസ് ഫ്രണ്ട്ലി ആണ്, ഹെൽപ്ഫുൾ ആണ്. നമുക്കൊക്കെ വഴി അറിയാത്തപ്പോ ചിലപ്പോ കൂടെ വരും അവര്. കാരണം അവർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. സോ അവർ കൂടെ വന്ന് ചിലപ്പോൾ കാണിച്ചു തരും. ഒരു തവണയൊന്നല്ല, അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസ് ഉള്ള ഒരു സ്ഥലമാണ് നമുക്ക് സൗത്ത് കൊറിയ. ഇനി നമുക്ക് പോണേ, ഇനിയും പോവാം, ഡെഫിനറ്റ്ലി പോവാം. കാരണം ഒരുപാട് പേർക്ക് ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് സൗത്ത് കൊറിയ കാണാൻ. ഞങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി സൗത്ത് കൊറിയ പോയ ഫീലിംഗ് ആയിരിക്കും. ആ രീതിയിലായിരിക്കും. നമ്മൾ 1, 2, 5 ദിവസത്തേക്കൊന്നും ആയിരിക്കില്ല പോകുന്നത്. സൗത്ത് കൊറിയ അടിച്ച് പറക്കിയിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വരാൻ പോകുന്നത്. അതുപോലെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരിക്കും. എത്ര പൈസ ചെലവായാലും കുഴപ്പമില്ല. പക്ഷെ അതിനൊക്കെ നിങ്ങൾ ഞങ്ങളുടെ എല്ലാ വീഡിയോസും കാണണം, എന്നാലേ നമുക്ക് പൈസ കിട്ടും. നമുക്ക് പ്രൊഡ്യൂസർ ഇല്ല. സിനിമയാണെങ്കിൽ പ്രൊഡ്യൂസർ ഉണ്ട്. ഇത് നമ്മൾ തന്നെയാണ് പ്രൊഡ്യൂസറും ആക്ടേഴ്സും ക്യാമറയൊക്കെ. അപ്പൊ നിങ്ങൾ കണ്ടാൽ മാത്രമേ നമുക്ക് വ്യൂസ് കിട്ടുള്ളൂ. വ്യൂസ് കിട്ടിയാലേ പൈസ കിട്ടുള്ളൂ. പൈസ കിട്ടിയാലേ നമുക്ക് കൊറിയ പോകാൻ പറ്റുള്ളൂ. പൈസ കിട്ടിയാലേ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ എന്താ പ്രിയ പോയി കുളിച്ച ബാട്ടപ്പൊക്കെ ഇന്നൊരു സ്പെഷ്യൽ സെറ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കാണിക്കണ്ടേ നമ്മുടെ സ്പെഷ്യൽ സെറ്റ്? അത് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഡിന്നർ. ഓക്കെ.
അടിപൊളിയാണ്. പുളിയിൽ കുളിച്ച് ഇറങ്ങി ബാത്റൂമേ, ശരിക്കും ഇവിടെ ബാത്റൂം ഉണ്ടല്ലോ, കിടന്നുറങ്ങാൻ കേട്ടോ, അത്രയും ക്ലീൻ ആണ്. പക്ഷെ എനിക്ക് അതിനെക്കാട്ടി കാണിക്കാനുള്ളത് ഇവരുടെ ഈ ഷാമ്പൂ ഒക്കെ വെച്ചിരിക്കുന്ന ഭരണിയില്ലേ, അതിന്റെ മോയ്സ്ചറൈസർ ഞാൻ ഉപയോഗിച്ചു കേട്ടോ. എവിടെ ഇരിക്കുന്നു ശരിക്കും റോസ് ഇല്ലേ, റോസ് അലിപ്പിച്ച് അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്ത് എങ്ങനെ ഇരിക്കും ആ ഒരു വാസനയാണ്. ഭയങ്കര അടിപൊളി മോയ്സ്ചറൈസർ, ഹൈ ക്വാളിറ്റി, എല്ലാം ഹൈ ക്വാളിറ്റി, എവനിത്തിങ്. ഇവിടുത്തെ വുഡ് ടച്ച് ചെയ്താലും ഡോർ നോബ്സ് ടച്ച് ചെയ്താലും എല്ലാം ഹൈ ക്വാളിറ്റി ആണ്. ഭയങ്കര ക്ലാസി പ്രോപ്പർട്ടി. എന്തൊരു മണോ, ഭേദമൊന്നും ഞാൻ ഇതാ ഇട്ട് കൊടുത്തേട്ടാ, അടിപൊളി. ഈ ഏറ്റവും കൂടുതൽ ഇത് മിസ് ചെയ്യാൻ പോകുന്ന ആരാന്നറിയോ, അന്തും ജെഫ്രിനും. അവര് ഈ മൂന്നാർ വന്നിട്ട് ഹീറ്റഡ് പൂൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നതായിരിക്കില്ല. എന്തായാലും അവരായിട്ട് വരണം. ഭയങ്കര ഇഷ്ടപ്പെടും ഈ പ്രോപ്പർട്ടി. ആ വേദമാണ് ഇത് ഇങ്ങനെയൊക്കെ ഇട്ടേ, കണ്ട എല്ലാം താഴെ ഇട്ടാ, കണ്ട നോട്ടി പോയി, ഓടിക്കാം ഓടിക്കാം. അപ്പൊ ഞാനും വേദം പുള്ളിന്ന് ഇറങ്ങി. പ്രിയനോട് ഞാൻ പറഞ്ഞു ഒരു സർപ്രൈസ് ഉണ്ട്. അതെന്താണെന്ന് അറിയാം, ഇവിടെ ഞാൻ പറഞ്ഞു വളരെ സ്പെഷ്യൽ സ്ഥലമാണ് കേട്ടോ ഈ സ്പൈസ് ട്രീ മൂന്നാർ. ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും പ്രിയയുടെ. ഇവിടെ ബാത്ത് ഉണ്ടല്ലോ, ബാത്ത് ടബ്, ഒരു സ്പെഷ്യൽ ബാത്ത് പ്രിപ്പയർ ചെയ്യും. ഓൺ റിക്വസ്റ്റ് ഡേൽ ഡു ദാറ്റ്. ഇപ്പൊ വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം എന്ന്. ഹായ്, എന്തൊക്കെയാ കാണിച്ചു തരാം. സ്പെഷ്യലാണ് പ്രിയക്ക്, പ്രിയന്റെ വൈഫാണ്. ഓക്കെ, വാ, ഇതെന്താ മിൽക്ക് ബാത്ത് അല്ലേ, മിൽക്ക് ആൻഡ് റോസാ. അപ്പം 3 പാക്കറ്റ് മിൽക്കും കുറച്ച് റോസും ആൻഡ് ലൈറ്റ്, കാൻഡിൽ ലൈറ്റ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് കാണാം എങ്ങനെയുണ്ടത്. പ്രിയ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഇവിടെ വരുന്നത് എന്തായാലും സർപ്രൈസ് ആക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഇവിടെ ഞാൻ ഒരു ചെറിയ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താ സർപ്രൈസ് അത്, ബട്ട് ഇറ്റ് ഇസ് സംതിങ് വിച്ച് യു നെവർ എക്സ്പീരിയൻസ്ഡ്. ബാ, അതെ, സർപ്രൈസ് ബാ ബാ, സമയമില്ല, വാ, എന്നിട്ട് വേണം ഡിന്നറിന് പോവാൻ. ബാത്റൂമിലാ, അത് മനസ്സിലായി. അതെ, ബാ ബേതു, ബാ, വന്നു പോ. Oh my god. Oh my god. Look at this. ഒരു ഡേ ഓഫ് റിലാക്സേഷൻ ആൻഡ് സ്പാ. പക്ഷെ അതൊന്നുമല്ല, ഈ ഒരു ടബില് What is this? ഇത് ആക്ച്വലി ഒരു മിൽക്ക് റോസ് ബാത്ത് ആണ്. Is it milk? It is milk and water and some secret stuff and some rose petals. ക്ലിയോപാട്രയുടെ ഒക്കെ ബാത്ത് എന്നൊക്കെ പറയാം. Oh my god. അപ്പൊ ഞാൻ ക്ലിയോപാട്ര പോവാണ്. അപ്പൊ this is the surprise. ഞാൻ പറഞ്ഞില്ല, I feel like princess. അതിന്റെ ഒരു ബാക്കിയാണിത്. സോ ഒരു 1 hour സർപ്രൈസ് ഉണ്ട്. 1 hour നല്ല ചൂട് വേണം. ഞാൻ അറിഞ്ഞോണ്ട് ചൂട് കൂട്ടിയെടുത്ത. അപ്പൊ ഇതിന് ഇറങ്ങുന്നില്ല, എനിക്ക് ഡിന്നറും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഇവിടെ കിടന്നോളാം. അപ്പൊ എൻജോയ് ചെയ്താൽ ഞാനും ചെയ്ത് അപ്പുറത്ത് പോയി കളിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ഇത് നശിപ്പിക്കാൻ തോന്നുന്നില്ല. എന്ത് ബ്യൂട്ടിഫുൾ. ലൈറ്റ് ഇട്ട് കാണിച്ചു കൊടുക്കുക. ലൈറ്റ് ഇടാം, എനിക്ക് ചിലപ്പോ ഇരുട്ടത്ത് കണ്ടില്ല. നോക്ക്, ഇതാണ് സർപ്രൈസ്. അപ്പൊ പ്രിയ സർപ്രൈസ് എക്സ്പെക്ട് ചെയ്താ ഒട്ടുമില്ല. ആദ്യമേ ഞാൻ വിചാരിച്ചു ഇവിടെ വരുമ്പോ ഇതൊന്നും മറക്കില്ല, ഇത് ഒരിക്കലും മറക്കില്ല. അത് കുളിച്ച് കഴിഞ്ഞ് വന്നു നോക്ക്, യു വിൽ ഫീൽ സോ ഗുഡ്, സോ ഗുഡ്. ഐ വിൽ സ്മെൽ ഓൾസോ. ഇവിടെയൊക്കെ കാൻഡിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ ഇങ്ങനെ കാൻഡിൽസ് വെച്ചിട്ടുണ്ട്. ഒരു ഭയങ്കര ഫീൽ. ലൈറ്റ് ഓഫ് ചെയ്യണം. നമ്മുടെ വീട്ടിലും ബാത്റൂമിൽ കാൻഡിൽ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ടബില്ലല്ലോ. നോക്കാം. അപ്പൊ അതെ, അപ്പൊ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തോ, ഹാവ് ഫൺ. 1 മണിക്കൂർ കഴിഞ്ഞ് കാണാം. ഇല്ല, കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ. ഓക്കെ, പ്രിയ എങ്ങനെ ഉണ്ടായിരുന്നു? മണത്ത് നോക്കട്ടെ, ആദ്യമേ നോക്കട്ടെ. ഓ, ശരിക്കും സ്മെല്ലിംഗ് ഗ്രോലി ഗുഡ് കേട്ടാ, നല്ല മണം. ഇനി എനിക്ക് ഉറങ്ങണം. ഇനി നമുക്ക് കുറച്ചു നേരം ഉറങ്ങാം. ഓക്കെ, എങ്ങനെയാ സർപ്രൈസ്? അടിപൊളിയായിരുന്നില്ലേ? വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് അല്ലേ? ഓക്കെ, അപ്പൊ കുറച്ചു നേരം കിടക്കാൻ പോവാണ്. എന്നിട്ട് ഡിന്നർ നമ്മൾ റൂമിൽ തന്നെയാണ്. ടയറിംഗ് ഡേ ആയിരുന്നു, ഇപ്പൊ റൂമിൽ തന്നെയാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വ്ളോഗ് കാണും കേട്ടോ. അതിൽ ബാക്കിയുള്ള റൂംസ് നാളെ കാണിക്കാം. അതല്ലാതെ ഇവിടുത്തെ
കുറേ ഫുഡും പിന്നെ നമ്മുടെ കേക്ക് കട്ടിങ് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഒക്കെ നാളെയാണ്. പിന്നെ ഇവിടുത്തെ റൂം ഉണ്ടല്ലോ കണ്ട് ഏതും അറിഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടുത്തെ റൂം ഏകദേശം ഓൺലൈനൊക്കെ നോക്കിയാൽ 10,000 ആണ് ബേസിക് റൂം. പക്ഷെ ബേസിക് റൂം അടിപൊളിയാണ്. നാളത്തെ വീഡിയോയിൽ അതൊക്കെ കാണാം. പക്ഷെ നിങ്ങൾ നേരിട്ട് ഇവരെ വിളിക്കുക, ഒരു ഹാപ്പി ഫാമിലിയുടെ വ്യൂവർ ആണെന്ന് പറയുക, ബെസ്റ്റ് റേറ്റ്സ് തരാമെന്ന് ചോദിക്കുക. ഞങ്ങൾ ഇപ്പം സംസാരിച്ചിട്ടില്ല, ഇപ്പം ഞാൻ ഡിന്നറിന് പോകുമ്പോൾ സംസാരിക്കും. ഹോപ്പ്ഫുള്ളി ദിൽ ഗിവ് യു എ ബെറ്റർ റേറ്റ് ആൻഡ് ഇറ്റ്സ് അൺബിലീവബിളി ഗുഡ് പ്രോപ്പർട്ടി. നാളെ കൂടെ ബാക്കി ഡീറ്റെയിൽസും കൂടെ ആയിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കിടന്നിട്ട് നമുക്ക് ഡിന്നറിന് പോവാം. പക്ഷെ വേറൊരു കാര്യം കൂടെ പറയട്ടെ, ഈ റിസോർട്ട്സ് ഒക്കെ ഐ ഫീൽ ആബ്സല്യൂട്ട്ലി സേഫ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വെക്കേഷൻ ഇപ്പം എടുക്കുന്നത്. ആൻഡ് സത്യം പറഞ്ഞാൽ ഇപ്പം നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് ഇവിടെ താമസിച്ചാലും യു ആർ സപ്പോർട്ടിങ് എ ലോട്ട് ഓഫ് പീപ്പിൾ. കാരണം നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോൾ ഇവിടുത്തെ എത്ര സ്റ്റാഫിനാണ് അവർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുക, ആൻഡ് ഇവർ ഫുഡ് പർച്ചേസ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ ഇക്കോണമീനെ സപ്പോർട്ട് ചെയ്യും. ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗ്ലിങ്. സോ നിങ്ങൾ പറ്റുന്നവർ, എഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ, കാരണം ഇപ്പം നല്ല റിസോർട്ട്സെ പ്രൊമോട്ട് ചെയ്യുള്ളൂ. കാരണം അവർക്കാണ് ഈ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ നന്നായി എടുക്കാൻ പറ്റുള്ളൂ. സോ പറ്റുന്നവർ കം ടു സച്ച് ഗുഡ് പ്ലേസസ്, സപ്പോർട്ട് ദം. എന്തായാലും നിങ്ങൾക്കൊരു നല്ല ഡീലാണ്. സോ യു ഓൾസോ ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് എനി ചാരിറ്റി പോലെയൊന്നും അല്ല. നിങ്ങളും എൻജോയ് ചെയ്യുന്ന ആ സമയത്ത് ബാക്കിയുള്ളവർക്ക് അത് ബെനിഫിറ്റും ആവുന്നു. സോ യു ക്യാൻ സപ്പോർട്ട് എ ലോട്ട് ഓഫ് പീപ്പിൾ ജസ്റ്റ് ബൈ ടേക്കിംഗ് എ സേഫ് വെക്കേഷൻ ലൈക്ക് ദിസ്. ആൻഡ് ഐ ഡെഫിനറ്റ്ലി ഫീൽ ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങൾ സേഫാണ്. ഓബ്വിയസ്ലി ദർ ഇസ് എ സ്മോൾ എമൗണ്ട് ഓഫ് റിസ്ക്. അത് എവിടെ പോയാലും ഉണ്ട്. നമ്മുടെ വീട്ടിലിരുന്ന് ഒരു ഡെലിവറി ബോയ് വന്നാൽ തന്നെ ഉണ്ട്. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു പെർഫെക്റ്റ് വെക്കേഷനാണ്, പെർഫെക്റ്റ് സ്ട്രെസ് ബ്രേക്കറും ആണ്. പ്ലസ് യു വിൽ ബി സപ്പോർട്ടിങ് എ ലോട്ട് ഓഫ് പീപ്പിൾ, എസ്പെഷ്യലി ഫ്രം ദി ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. ഓക്കെ, കുറച്ചേരം പോയി കിടക്കട്ടെ. ചെറിയൊരു പവർ നാപ്പൊക്കെ കഴിഞ്ഞാണ്, സ്വിമ്മിങ്ങും കഴിഞ്ഞ് തണുപ്പത്ത് കിടന്ന് ഉറങ്ങാൻ അടിപൊളി. ശരിക്കും വേറൊരു ലോകത്ത് വന്നൊരു ഫീലിംഗ് ആണ് അതൊക്കെ. പട്ട് ഇവിടെ വന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ, അധികം കഴിക്കാൻ പറ്റില്ല എന്നല്ല തോന്നുന്നില്ല. കാരണം ഇവർ അറിഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു. ഇത് കണ്ട മെനുവിൽ കാലറീസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. സോ അതൊരു നമുക്കൊരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ട്. നേരത്തെ ബ്രൗണിയൊക്കെ അടിച്ച് കയറ്റപ്പോൾ നമുക്ക് അറിയില്ലല്ലോ എത്ര കാലറീസ് ആണ്. അറിയാമെങ്കിലും അത് വായിക്കണ്ടല്ലോ. ഇവിടെ എല്ലാത്തിനും കാലറീസ് ഉണ്ട്. സോ വല്ല വെജിറ്റേറിയൻ സാധനങ്ങൾക്കൊക്കെ 70-75 കാലറി ഉള്ളൂ. ആ സമയത്ത് നോൺ വെജ് ഒക്കെ വരുമ്പോൾ എത്രയാ 290-300 ഒക്കെയാണ് സ്റ്റാർട്ടേഴ്സ് തന്നെ. പക്ഷെ അതൊന്നും ഞാൻ നോക്കില്ല. കഴിക്കുമ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ അടിപൊളി ഫുഡ് ആയിരിക്കണ്ടേ. ആൻഡ് ഇവിടെ ആക്ച്വലി ഞാനിപ്പം ഇവിടുത്തെ GM ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ഇവിടെ ആക്ച്വലി കൂടുതൽ ഈ 90% യൂറോപ്യൻസ് ആണ്. പിന്നെ ഡൊമസ്റ്റിക് ട്രാവൽ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ്. മലയാളീസ് വളരെ കുറവാണ് വരുന്നത് അൺടിൽ നൗ. ഇപ്പം കുറേ പേര് വരുന്നുണ്ട്. കാരണം ഇപ്പം പണ്ടത്തെ കാട്ടി ഒരു 1/3 അല്ലെങ്കിൽ പണ്ടത്തെ കാട്ടി 1/3 റേറ്റിലാണ് ഇവർ വിൽക്കുന്നത്. റേറ്റ് ലാസ്റ്റേ പറയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങളത് സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കും. സോ റേറ്റ് ലാസ്റ്റ് പറയാം. പക്ഷേ വാട്ട് എ പ്ലേസ്. ഒരാൾ പവർ നാപ്പൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നുണ്ട്, മുടിയൊക്കെ റെഡിയാക്കി. ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫുഡ് എന്ന് പറയുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റൊന്നു നല്ല ഉറക്കരുത് കേട്ടോ, മുഖം കണ്ടറിയാമല്ലോ. ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഫ്രം റിസപ്ഷൻ ടു റൂം ഉള്ളത് എനിക്കൊന്ന് ഇത് തന്നെയാണെന്നു. നമ്മൾ ഇത്ര അധികം നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ റൂമിൽ തന്നെ ഇത് കണ്ട് അവരൊരു പ്രൈവറ്റ് ഡൈനിങ് സ്പേസ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നത് മിക്സ് ആണ്. ഇത് ചിക്കൻ ബ്രോത്ത് ആണ്, സൂപ്പ്. ഇത് ചിക്കൻ ഫ്രൈ, കേരള ചിക്കൻ ഫ്രൈ. ഇതിലൂടെ കുറച്ച് പപ്പടമൊക്കെ ഉണ്ട്, സ്പെഷ്യൽ ഫ്രൈ. ഇവിടെ ഇതിലും ചെമ്പരത്തി ഉണ്ട്. ഇവിടെ ചെമ്പരത്തി ഒരു തീമാണ്. ഇത് ഫ്യൂഷൻ ആണ്, കേരള ബീഫ് റോസ്റ്റ് പാസ്ത. അപ്പോൾ ഇത് ടോപ്പിംഗ്, ഇതിന്റെ ബീഫൊക്കെ നമ്മുടെ കേരള സ്റ്റൈലും അടിയിൽ സ്പെഗറ്റിയാണ്. ഇത് ഷ്രിംപ് പാസ്ത, ആൽഫ്രെഡോ എന്ന് പറഞ്ഞ ഏതോ പാസ്തയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഡിന്നർ. എങ്ങനെയുണ്ട് സൂപ്പ്? നമ്മൾ അറിഞ്ഞുകൊണ്ട് സൂപ്പ് ലൈറ്റ് സൂപ്പ് പറഞ്ഞാണ്. വെരി നൈസ്. ഭയങ്കര ലൈറ്റാണ്, ഫുൾ ഓഫ് ചിക്കൻ ഫ്ലേവർ, ലിറ്റിൽ ബിറ്റ് ഓഫ് സോൾട്ട്, പെപ്പർ. എക്സ്ട്രാ സോൾട്ടും പെപ്പറും ഇടണ്ട, ഒന്നും വേണ്ട, സീസണിങ് ഒന്നും വേണ്ട. അടിപൊളി. ആക്ച്വലി ഇവിടുത്തെ തണുപ്പ് പെർഫെക്റ്റ് അല്ലേ, ഭയങ്കര കൂടുതലും അല്ല കുറവുമില്ല. ഇത് മൂന്നാറല്ല കേട്ടാ, മൂന്നാറല്ല, എന്തോ പേര് പറഞ്ഞു നോക്കണം, നാളെ പറയാം. മൂന്നാർ എത്തണ്ട. ചിക്കൻ ഫ്രൈ നല്ല നാടൻ ക്രിസ്പി ചിക്കൻ ഫ്രൈ. കുറച്ച് നാരയും കൂടെ ഇട്ട് ഒരു സവാളയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ്. Guys, this pasta is unbelievable. ഇത് ആക്ച്വലി ശരിക്കും നമ്മുടെ നാടൻ ബീഫ് ഫ്രൈയില് ചീസ്, ഓക്കെ, ആ ചീസിന്റെ കൂടെ കുറെ സ്പെഗറ്റി വിത്ത് സം മാരിനറ സോസ്, റെഡ് സോസ്. അടിപൊളിയാണ് ശരിക്കും, ഭയങ്കര ടേസ്റ്റ് ആണ്. ഇതുവരെ ഇങ്ങനത്തെ ഒരു ഫ്യൂഷൻ പാസ്ത ഞാൻ കഴിച്ചിട്ടില്ല.
പെർഫെക്റ്റ്. അധികം സ്പൈസി അല്ല. അപ്പോൾ നമ്മുടെ വെസ്റ്റേണേഴ്സിനൊക്കെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസിനൊക്കെ ബീഫ് കഴിക്കുന്നവർക്ക് ശരിക്കും ഒരു കേരളയും ആൻഡ് ഒരു ഇറ്റാലിയൻ പ്രോപ്പർ ഫ്യൂഷൻ കിട്ടും. പ്രിയയുടെ എങ്ങനെയുണ്ട്? വെരി നൈസ്. പ്രിയയുടെ മൈൽഡ് ആയിരിക്കും അല്ലേ? Full of white sauce flavor with prawns and pasta. Cheesy pasta. അടിപൊളി. വാട്ടർ ഡിന്നർ പെർഫെക്റ്റ് വേ ടു സ്റ്റാർട്ട്. നാളത്തേക്കുള്ള ഒരു വാമപ്പ് ആണിത്. ഇത് നോക്കിക്ക, ചീസും ബീഫും പാസ്റ്റയും. മീല് കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ പോവാണ്. അതിന് മുമ്പ് ഡിസേർട്ട് ഓർഡർ ചെയ്തു. എന്ത് വെറൈറ്റി ആണെന്നറിയോ? നിങ്ങൾ വേറെ എവിടെയും കേട്ടിട്ടില്ല ഒരു സംഭവം, ശംഖുപുഷ്പം ഫ്ലവർ. അതാണ് ഈ ബ്ലൂ കളറ്. അത് ഭയങ്കര സംഭവം അല്ലേ? ശംഖുപുഷ്പം ഐസ്ക്രീം. ആൻഡ് ഇത് മാംഗോ ആണ്. മാംഗോ റൈസ് അവൽ മിക്സ് ഇട്ടുള്ള ഒരു സ്പെഷ്യൽ ഡെസേർട്ടാണ്. ഇത് പ്രിയയ്ക്ക് ഇനി ആനിവേഴ്സറിക്കൊന്നും തന്നില്ല എന്ന് പറയണ്ട. ആൻഡ് വേദം ഒന്ന് ഇവിടെ കറങ്ങി നടക്കുന്നത്. ആൻഡ് ഇതെനിക്ക് നോക്കട്ടെ, ശംഖുപുഷ്പം ഐസ്ക്രീം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ശംഖുപുഷ്പം ഐസ്ക്രീം നമ്മളിപ്പോൾ ആ ചെടി കഴിക്കാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ ഫ്ലേവർ ഒന്നും അറിയില്ല. പക്ഷെ ഒരു ലൈറ്റ്, വളരെ ഒരു ഹെൽത്തി ഫീലിംഗ് ആണ്. അട്ടൊന്നുമില്ല. പ്രിയയുടെ എങ്ങനെയുണ്ട്? കൊള്ളാമെന്ന്. ആ പ്രിയ കഴിക്കുന്ന സ്പീഡ് കണ്ടാലേ അറിയാം. മാംഗോ ഐസ്ക്രീം കുറച്ച് അവിടെ സൈഡിൽ വെച്ചിട്ട് അതിന്റെ സൈഡിലുള്ള അവലും അതിൻ്റെ ഉള്ള ബാക്കിയുള്ള ക്രീമും അതൊക്കെയാണ് കഴിക്കുന്നത്. അടിപൊളിയാണോ? ഹെൽത്തിയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് വളരെ ഒരു ടയേർഡാണ്. നമ്മൾ ഇനി നാളെ എഴുന്നേറ്റ് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകട്ടെ. ഇന്ന് ശരിക്കും ഒന്ന് ഈ റിസോർട്ട് നാളെ കാണിക്കാം. 2 പൂളുണ്ട്, ലൈബ്രറി ഉണ്ട്, ദൈവനാമ ബേക്കറി, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ നമുക്ക് നാളെ രാവിലെ കാണാം ബ്രേക്ക്ഫാസ്റ്റിന്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറ. നാളെ പ്രിയ പൂളിൽ ഇറങ്ങുന്നുണ്ട്. അതല്ലാതെ ഞങ്ങൾ ഇവിടുത്തെ എല്ലാ റൂംസും ബാക്കിയുള്ള ഫെസിലിറ്റീസ് കാണിക്കുന്നുണ്ട്. നല്ല കിഡിലൻ ലൊക്കേഷൻസ് കാണിക്കുന്നുണ്ട്. അതല്ലാതെ ഓബ്വിയസ്ലി നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷൻ ഉണ്ട്. അപ്പം നാളെ വീണ്ടും നമ്മളോട് 10 മണിക്ക് ഉണ്ടാവുക. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.